ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എഫിഷ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള, അതായത് എഫിഷ്യൻ എസ്റ്റിമേറ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഇതിലുള്ള ആദ്യത്തെ പ്രോബ്ലം നോക്കാം. പ്രൂവ് ദാറ്റ് ഇൻ എസ്റ്റിമേറ്റിംഗ് ദി മീൻ ഓഫ് എ നോർമൽ പോപ്പുലേഷൻ സാമ്പിൾ മീൻ ഇസ് മോർ എഫിഷ്യൻറ്റ് ദാൻ സാമ്പിൾ മീഡിയൻ. സോ നമുക്ക് എന്തുണ്ട്, ഒരു നോർമൽ പോപ്പുലേഷൻ ഉണ്ട്. നോർമൽ പോപ്പുലേഷൻ എന്ന് പറയുമ്പം നോർമൽ വിത്ത് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ. ഇതാണ് നമ്മളെ പോപ്പുലേഷൻ. ഇതിൽ നമ്മൾ ഈ പോപ്പുലേഷൻ മീൻ മ്യൂ ഉണ്ടല്ലോ, ഇതാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഇത് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാമ്പിൾ മീനും യൂസ് ചെയ്യുന്നുണ്ട്, സാമ്പിൾ മീഡിയൻ ലെറ്റ് ഇറ്റ് ബി എം, സാമ്പിൾ മീഡിയൻ എമ്മും യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ സാമ്പിൾ മീനാണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ളതെന്നാണ് പറയുന്നത് വെൻ കമ്പയർഡ് ടു സാമ്പിൾ മീഡിയൻ എം. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായോ? നമുക്കൊരു നോർമൽ പോപ്പുലേഷൻ ഉണ്ട്. നോർമൽ പോപ്പുലേഷൻ വിത്ത് പാരാമീറ്റേഴ്സ് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ. ഇതിലെ പോപ്പുലേഷൻ മീൻ മ്യൂ എന്താണ്, അൺനോൺ ആണ്. സോ നമ്മൾ അതിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അതിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തൽക്കാലം രണ്ട് എസ്റ്റിമേറ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒന്ന് സാമ്പിൾ മീൻ എക്സ് ബാർ, രണ്ട് സാമ്പിൾ മീഡിയൻ. സാമ്പിൾ മീഡിയനെ നമ്മൾ എം വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ഇതിൽ സാമ്പിൾ മീനും സാമ്പിൾ മീഡിയനും നമുക്ക് എസ്റ്റിമേറ്റേഴ്സ് ആണ് ഫോർ എസ്റ്റിമേറ്റിംഗ് പോപ്പുലേഷൻ മീൻ മ്യൂ. ഇതിൽ സാമ്പിൾ മീനാണ് ഏറ്റവും എഫിഷ്യൻ്റ് എന്നാണ് പറയുന്നത്. മോർ എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് എന്താണ് ഉദ്ദേശിക്കുന്നത്, എക്സ് ബാറിൻ്റെ വേരിയൻസും സാമ്പിൾ മീഡിയൻ എമ്മിൻ്റെ വേരിയൻസും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ബാറിൻ്റെ വേരിയൻസ് ആയിരിക്കും എന്ത്, ലീസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. അതായത് വേരിയൻസ് ഓഫ് എക്സ് ബാർ ലെസ് ദാൻ വേരിയൻസ് ഓഫ് മീഡിയൻ ആയിരിക്കും. കാര്യം മനസ്സിലായോ? നമുക്ക് പോപ്പുലേഷൻ മീൻ മ്യൂ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാമ്പിൾ മീനും ഉപയോഗിക്കാം, സാമ്പിൾ മീഡിയനും ഉപയോഗിക്കാം. ബട്ട് എന്താണ്, സാമ്പിൾ മീൻ ഇസ് മോർ എഫിഷ്യൻറ്റ് ദാൻ സാമ്പിൾ മീഡിയൻ. സാമ്പിൾ മീനാണ് സാമ്പിൾ മീഡിയനെക്കാട്ടിലും എഫിഷ്യൻറ്റ്. ഓക്കെ, അതായത് എക്സ് ബാറിൻ്റെ വേരിയൻസും മീഡിയൻ, സാമ്പിൾ മീഡിയൻ എം എന്നെടുക്കുക. അങ്ങനെയാണെങ്കിൽ സാമ്പിൾ മീഡിയൻ്റെ വേരിയൻസും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിയൻസ് ഓഫ് എക്സ് ബാർ ലെസ് ദാൻ വേരിയൻസ് ഓഫ് മീഡിയൻ ആയിരിക്കും. ഇങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, എക്സ് ബാർ ആണ് മീഡിയനെക്കാട്ടിലും എഫിഷ്യൻ്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റർ. എഫിഷ്യൻസി കൂടുക എന്ന് പറയുന്നത് എന്തിന് ഈക്വലൻ്റ് ആണ്, വേരിയൻസ് കുറയുക എന്നുള്ളതിന് ഈക്വലൻ്റ് ആണ്. സോ എക്സ് ബാറും മീഡിയനും വെച്ച് നോക്കുമ്പോൾ എക്സ് ബാർ ആണ് മോസ്റ്റ് എഫിഷ്യൻറ്റ്. അതായത് എക്സ് ബാറിൻ്റെ വേരിയൻസ് എന്താണ്, ലീസ്റ്റ് ആണ്. വേരിയൻസ് ഓഫ് എക്സ് ബാർ ലെസ് ദാൻ വേരിയൻസ് ഓഫ് മീഡിയൻ ആയിരിക്കും. ഓക്കെ, ഇനി എന്താണ്, നമുക്ക് എന്തറിയാം, എക്സൈസ് ഫോളോ ചെയ്യുന്നത് നോർമലാണ് വിത്ത് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എക്സ് ബാർ എന്താ ഫോളോ ചെയ്യുക, എക്സ് ബാർ വിൽ ഫോളോ നോർമൽ. എക്സ് ബാറും എന്ത് തന്നെ ഫോളോ ചെയ്യും, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും വിത്ത് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ ബൈ എൻ. ഇനി നമുക്കറിയേണ്ട ഒരു കാര്യമുണ്ട്, സാമ്പിൾ മീഡിയൻ എം എന്താ ഫോളോ ചെയ്യുക, എം വിൽ ഓൾസോ ഫോളോ നോർമൽ വിത്ത് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് പൈ സിഗ്മ സ്ക്വയർ ബൈ 2n. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കണം. ഇതറിഞ്ഞാൽ മാത്രം മതി, പ്രോബ്ലം ബാക്കി ഭയങ്കര സിമ്പിളാണ്. സോ നമ്മൾ പറഞ്ഞു എക്സൈസ് ഫോളോ ചെയ്യുന്നത് നോർമലാണ് വിത്ത് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ സാമ്പിൾ മീൻ എക്സ് ബാർ എന്ത് ഫോളോ ചെയ്യും, എക്സ് ബാർ വിൽ ഓൾസോ ഫോളോ നോർമൽ വിത്ത് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ ബൈ എൻ. സാമ്പിൾ മീഡിയൻ എം എന്ത് ഫോളോ ചെയ്യും, ദാറ്റ് വിൽ ഓൾസോ ഫോളോ നോർമൽ വിത്ത് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് പൈ സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2n. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, എക്സ് ബാറിൻ്റെ വേരിയൻസും കമ്പയർ ചെയ്യുക, സാമ്പിൾ മീഡിയൻ്റെ വേരിയൻസും എടുക്കുക. സോ വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ബൈ എൻ ആണ്. വേരിയൻസ് ഓഫ് മീഡിയൻ എന്ന് പറയുന്നത് പൈ സിഗ്മ സ്ക്വയർ ബൈ 2n ആണ്. ഓക്കെ, ക്ലിയർലി ഇപ്പോൾ നമുക്ക് സിഗ്മ സ്ക്വയർ ബൈ എന്നും ഉണ്ട്, ഒരു വേരിയൻസ് വേരിയൻസ് ഓഫ് എക്സ് ബാർ സിഗ്മ സ്ക്വയർ ബൈ എൻ ഉണ്ട്, വേരിയൻസ് ഓഫ് മീഡിയൻ പൈ സിഗ്മ സ്ക്വയർ ബൈ 2n ഉണ്ട്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും, സിഗ്മ സ്ക്വയർ ബൈ എന്നിൻ്റെ വാല്യൂ ഇസ് ഓൾവേസ് ലെസ് ദാൻ പൈ സിഗ്മ സ്ക്വയർ ബൈ 2n. ഓക്കെ, സോ സിഗ്മ സ്ക്വയർ ബൈ എന്നിൻ്റെ വാല്യൂ പൈ സിഗ്മ സ്ക്വയർ ബൈ 2n കുറവായിരിക്കും. അതായത് സിഗ്മ സ്ക്വയർ ബൈ എൻ എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് എക്സ് ബാർ ആണല്ലോ, ഇത് ലെസ് ദാൻ വേരിയൻസ് ഓഫ് മീഡിയൻ ആയിരിക്കും. സോ എക്സ് ബാറിൻ്റെ വേരിയൻസ് ആണ് മിനിമം എന്ന് കിട്ടി. സോ എക്സ് ബാർ എന്താണ്, മോർ എഫിഷ്യൻറ്റ് ദാൻ സാമ്പിൾ മീഡിയൻ. സാമ്പിൾ മീഡിയനെക്കാട്ടിലും എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് എക്സ് ബാർ ആണ്, സിൻസ് വേരിയൻസ് ഓഫ് എക്സ് ബാർ ലെസ് ദാൻ വേരിയൻസ് ഓഫ് മീഡിയൻ. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ, സിമ്പിളാണ് കേട്ടോ. സോ എക്സ് ബാർ നമ്മൾ സാമ്പിൾ മീനും സാമ്പിൾ മീഡിയനും പോപ്പുലേഷൻ മീൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇതിൽ സാമ്പിൾ മീനാണ് മീഡിയനെക്കാട്ടിലും എഫിഷ്യൻ്റ് എന്ന് കാണിക്കണം. അതായത് സാമ്പിൾ മീനിൻ്റെ വേരിയൻസ് ഓഫ് എക്സ് ബാർ ലെസ് ദാൻ വേരിയൻസ് ഓഫ് മീഡിയൻ ആണെന്ന് കാണിക്കണം. സാമ്പിൾ മീനിൻ്റെ വേരിയൻസ് എന്താണ്, സിഗ്മ സ്ക്വയർ ബൈ എൻ ആണ്. സാമ്പിൾ മീഡിയൻ്റെ വേരിയൻസ് എന്താണ്, പൈ സിഗ്മ സ്ക്വയർ ബൈ 2n ആണ്. ഓക്കെ, ഇനി സിഗ്മ സ്ക്വയർ ബൈ എന്നും പൈ സിഗ്മ സ്ക്വയർ ബൈ 2n കമ്പയർ ചെയ്യുമ്പം സിഗ്മ സ്ക്വയർ ബൈ എന്നിൻ്റെ വാല്യൂ ആണ് എന്ത്, കുറവായിട്ടുള്ളത്. പൈ സിഗ്മ സ്ക്വയർ ബൈ 2n വാല്യൂ എന്താണ്,
സിഗ്മ സ്ക്വയർ ബൈ എന്നിനെ കമ്പയർ ചെയ്യുമ്പോൾ വലുതാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എന്നിന് ഏതെങ്കിലും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. സോ എന്നിന് നമ്മൾ 1 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ സിഗ്മ സ്ക്വയർ ബൈ 1 ലെസ് ദാൻ പൈ ബൈ 2n. സോ എന്നിന് 1 അല്ലേ, പൈ ബൈ 2 എന്ന് കിട്ടും. സോ സിഗ്മ സ്ക്വയർ ലെസ് ദാൻ ഒരു സിഗ്മ സ്ക്വയർ ഉണ്ട്, പൈ സിഗ്മ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. ഈ പൈ ബൈ 2 കമ്പ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, സിഗ്മ സ്ക്വയർ ലെസ് ദാൻ പൈ ബൈ 2 വാല്യൂ ഉണ്ടാവില്ല, അത് ഇൻറ്റു സിഗ്മ സ്ക്വയർ ആയിരിക്കും. നമുക്കൊരു സിഗ്മ സ്ക്വയർ ഉണ്ട്, സംതിങ് ഇൻറ്റു സിഗ്മ സ്ക്വയർ ഉണ്ട്, ഈ വാല്യൂ ആയിരിക്കില്ല എപ്പോഴും വലുതായിട്ടുണ്ടാവുക. സോ എന്നിന് ഡിഫറെൻറ്റ് വാല്യൂസ് എടുത്താലും ഈ കണ്ടീഷൻ ഒബൈ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വേരിയൻസ് ഓഫ് എക്സ് ബാർ ലെസ് ദാൻ വേരിയൻസ് ഓഫ് മീഡിയൻ എന്ന് കിട്ടി. ഇങ്ങനെ ആയതുകൊണ്ട് എക്സ് ബാറിനാണല്ലോ മിനിമം വേരിയൻസ്, സോ എക്സ് ബാർ ആണ് എന്ത് മോർ എഫിഷ്യൻറ്റ് ദാൻ മീഡിയൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി എന്ത് ചെയ്യാണ്, നമ്മൾ റിലേറ്റീവ് എഫിഷ്യൻസി കാണുകയാണ്.